ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണി കാദംബരി കാർത്തികം കൂടിയിട്ട് ഐസിൻ്റെ ഉള്ളിലേക്ക് കയറാണ് പ്രകാശിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രകാശൻ അങ്ങനെ കിടക്കുമായിരിക്കട്ടെ. പ്രകാശിനെ അപ്പോൾ അവർ അച്ഛ എന്ന് കല്യാണി വിളിക്കുമ്പോൾ പതുക്കെ തിരിഞ്ഞ് നോക്കുകയാണ്. പ്രകാശിന് ഭയങ്കര സന്തോഷം തോന്നാൻ തൻ്റെ 3 പെൺമക്കൾ തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പ്രകാശിൻ്റെ അടുത്തേക്ക് കല്യാണം അച്ഛ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി വിളിക്കുകയാണ്. പ്രകാശൻ മക്കളെ നിങ്ങൾ വന്നോ, അച്ഛൻ സംസാരിക്കല്ലേ, സംസാരിക്കരുതെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രകാശൻ പറഞ്ഞു അച്ഛന് കുഴപ്പമൊന്നുമില്ല മക്കളെ, നിങ്ങളെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ്റെ അസുഖങ്ങളൊക്കെ മാറി എന്ന് പറയാണ്. ആ സമയത്ത് കല്യാണി പ്രകാശിനെ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ശേഷം പ്രകാശൻ പറയുന്നുണ്ട് മക്കളെ, എനിക്ക് നിങ്ങളുടെ മുഖം കാണണമെന്നുണ്ട്, നിങ്ങൾ ആ മാസ്ക് ഒന്ന് മാറ്റാവോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കാർത്തിക പറഞ്ഞിട്ട് മാസ്ക് ഒന്നും മാറ്റാൻ പറ്റത്തുന്നില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അണുബാധ ഏൽക്കും, അതുകൊണ്ട് മാസ്ക് വെച്ചിട്ട് അകത്ത് കയറാൻ പാടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മാസ്ക് വെച്ചതെന്ന് പറയാണ്. കല്യാണി പറയുന്നുണ്ട് ചേച്ചി ജസ്റ്റ് ഒന്ന് മാറ്റി സംസാരിക്കാതിരുന്നാൽ പോരെ, അച്ഛൻ നിങ്ങളുടെ മുഖം കാണാനായിട്ടായിരിക്കും. വേണ്ട കല്യാണി, ഡോക്ടർ പറഞ്ഞല്ലേ മാസ്ക് മാറ്റണ്ട. അപ്പോഴും കാദംബരി പറഞ്ഞു എന്തായിരുന്നു മുമ്പ് ഞങ്ങളുടെ മുഖം കാണുമ്പോൾ മുഖം തിരിച്ചടക്കണ അച്ഛനായിരുന്നല്ലോ, ഇപ്പൊ എന്താ ഞങ്ങളുടെ മുഖം കാണുന്ന ഇത്ര ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറഞ്ഞിട്ട് കാദംബരി ചേച്ചി കാർത്തിക ചേച്ചി ചുമ്മാ ഇരിക്കേ, അച്ഛൻ ഐസിയിൽ കിടക്കല്ലേ, ഇങ്ങനെയൊന്നും പറഞ്ഞ അച്ഛനെ വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കല്യാണി മുഖത്തെ മാസ്ക് മാറ്റും കേട്ടോ. ശേഷം കാർത്തികടുത്തും കാദംബരത്തും പറയുന്നുണ്ട് മാസ്ക് മാറ്റാൻ വേണ്ടി പറയാണ്. അവർ രണ്ടുപേരും മാസ്ക് മാറ്റുന്നുണ്ട്. പ്രകാശൻ 3 പേരുടെ മുഖത്ത് സന്തോഷത്തോടെ നോക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് പ്രകാശൻ ഇങ്ങനെ ചുമക്കുന്നുണ്ട് കേട്ടോ. ചുമക്കുമ്പോഴേക്കും കല്യാണി പെട്ടെന്ന് പ്രകാശൻ നെഞ്ചിങ്ങനെ തലോടി കൊടുക്കുന്ന സമയത്ത് പ്രകാശൻ കല്യാണിയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുക കേട്ടോ. ശേഷം പ്രകാശൻ പറഞ്ഞിട്ട് മക്കളെ നിങ്ങൾ കൂടി അച്ഛൻ്റെ നെഞ്ചിൽ കൈ വെക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാർത്തികൻ കാദംബരി മടിയോടെ നിൽക്കുമ്പോൾ കല്യാണി വെക്ക് ചേച്ചി എന്ന് പറയാണ്. അങ്ങനെ കാർത്തികൻ കാദംബരിയുടെ കൈ ഇങ്ങനെ പ്രകാശൻ നെഞ്ചത്തേക്ക് വെക്കുകയാണ്. കല്യാണി പറയണ്ട അച്ഛൻ്റെ മാറ്റം ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല, പക്ഷേ അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ കാണാതിരിക്കാൻ വരാൻ പറ്റില്ലല്ലോ, അച്ഛൻ്റെ മാറ്റം ഇപ്പോഴും അമ്മയൊന്നും വിശ്വസിച്ചിട്ടില്ല അച്ഛാ, അതാ അവരൊന്നും വരാത്തത്, പക്ഷെ അച്ഛന് എവിടെയൊക്കെ നന്മയുണ്ടെന്ന് ഞങ്ങൾ മക്കൾക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ വന്നത് എന്ന് പറയാണ്. മക്കളെ ഞാൻ അച്ഛന് പഴയ പ്രകാശം ഒരിക്കലും ആവില്ലടി എന്ന് പറയാണ്. കാദംബരി പറഞ്ഞു എങ്ങനെ വിശ്വസിക്കും, അച്ഛൻ ഇതുപോലെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് അതെ എന്ന് പറയാണ്. ആ സമയത്ത് കാദംബരി പറയണ്ടേ എന്തായാലും അച്ഛൻ എന്നെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല, കാരണം മക്കളിൽ ഇത്തിരി സ്നേഹം കാണിച്ചിട്ടുള്ളത് പെൺമക്കളിൽ ഇത്തിരി സ്നേഹം കാണിച്ചിട്ടുള്ള അച്ഛൻ എന്നോടാണ്, അതുകൊണ്ട് എനിക്ക് അച്ഛനോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ദേഷ്യമുള്ളത് അച്ഛൻ്റെ ഈ ബാക്കി 2 പെൺമക്കളുണ്ടല്ലോ, അതായത് എൻ്റെ ചേച്ചി അനിയത്തിനെ അവർ അച്ഛൻ ദ്രോഹിച്ചിട്ടുണ്ട്, അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം അച്ഛനോട് എന്ന് പറയാണ്. കല്യാണി പറയണ്ട ചേച്ചി വെറുതെ ഇരിക്കും, നമുക്ക് എന്നാ പോവാം അച്ഛ, അധികം നേരം ഇവിടെ നിൽക്കരുതെന്നാ പറഞ്ഞേക്കണത്, ഞങ്ങളെന്നാ പോയിക്കോട്ടെ, ഞങ്ങൾ പുറത്തന്നെ ഉണ്ടാവോട്ടോ അച്ഛ എന്ന് പറയാണ്. ചേച്ചി മാസ്ക് വെച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ മാസ്ക് വെക്കാണ്. ശേഷം പ്രകാശനടുത്ത് ശരിയെന്ന് പറഞ്ഞിട്ട് അവർ 3 പേര് അവിടെ നിന്ന് പോകും കേട്ടോ. പ്രകാശൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ കല്യാണി പുറകിലേക്ക് തിരിഞ്ഞ് പ്രകാശനെ നോക്കി ഒന്ന് കണ്ണിങ്ങനെ തുടച്ചിട്ട് പ്രകാശനെ സ്നേഹത്തോടെ നോക്കി ഒന്ന് തലോടിന് ശേഷം കല്യാണി അവിടെ നിന്ന് പോകുക കേട്ടോ. കല്യാണി പോകുമ്പോഴേക്കും പ്രകാശൻ 2 കൈയും കൂപ്പാണ് കല്യാണിനെ. അങ്ങനെ ഒരു ഐസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പൊ നേഴ്സ് ഇവരെ നോക്കുന്നുണ്ട് കേട്ടോ. നേഴ്സിനോട് പ്രകാശൻ പണ്ട് എൻ്റെ പെമ്മക്കളാ, ഒരു സമയത്ത് ഞാൻ വെറുത്തതാ, പക്ഷെ ഇപ്പൊ എനിക്ക് എൻ്റെ പെമ്മക്കളെ കാണണമെന്ന് തോന്നുക, അതിനുവേണ്ടി ജീവിക്കാൻ വേണ്ടി തോന്നുക എന്നൊക്കെ നേഴ്സിനോട് പറയാണ്. നേഴ്സ് ചിരിച്ചോണ്ട് അങ്ങനെ അവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ദീപേനെയും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മേനെയും ആട്ടോ. ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എൻ്റെ ദീപേ ഇവർക്ക് ഇത് എന്ത് പറ്റി, എന്തിനാ പ്രകാശനെ കാണാൻ വേണ്ടി അവിടേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ ദീപ പറയുന്നുണ്ട് എന്ത് പറയാനാ ചേച്ചി, ഞാൻ പറഞ്ഞത് ആ കല്യാണി മോളോട് പോവല്ലേന്ന്, പിന്നെ അവൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ സ്നേഹം കാണിക്കണ്ട അപ്പം തന്നെ അങ്ങോട്ടൊക്കെ ഓടുന്ന സ്വഭാവം, അതുകൊണ്ടിട്ടാ ചേച്ചിനെ അനിയത്തിനെയും കൂട്ടിക്കൊണ്ട് അവൾ അങ്ങോട്ടേക്ക് ചേച്ചിമാരെ കൂട്ടിക്കൊണ്ട് അവൾ പോയത്. എന്നാലും ആ പ്രകാശനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ പ്രകാശനെ മാറ്റം നല്ലതായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ അയാളെ വിശ്വസിക്കേണ്ട, അയാൾ നമ്മുടെ പെമ്മക്കളെക്കാളും ക്രൂരത നമ്മളോട് ചെയ്തിട്ടുണ്ട്, നമ്മളത് നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടില്ലെന്നല്ലേ ഉള്ളൂ. അതേ ചേച്ചി എൻ്റെ കല്യാണിമോട് അയാൾ ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ചേക്കണത്, കാർത്തികമ്മോട് വലിയ ക്രൂരത അയാൾ കാണിച്ചിട്ടില്ല, ഓടയിൽ വലിച്ചെറിഞ്ഞു, അതിനുശേഷം അയാൾ നാട് വിട്ടുകൊണ്ട് അവൾക്ക് അധികം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, ഓടയിൽ നിന്ന് എനിക്ക് കിട്ടിയത് കൊണ്ട് എൻ്റെ മോള് രക്ഷപ്പെട്ടു. കാദംബരി അടുത്ത് വലിയ ദ്രോഹമൊന്നും കാണിച്ചില്ല, പക്ഷെ കല്യാണിമോടും നമ്മളോടും ദ്രോഹം കാണിച്ചത് നമുക്ക് മറക്കാൻ പറ്റുമോ, മറക്കാൻ പറ്റില്ല. പക്ഷെ കല്യാണി മറക്കുന്നുണ്ടല്ലോ, പക്ഷെ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ പെൺമക്കളെ സൂക്ഷിക്കണം. ആ വിക്രം പരോളിലിറങ്ങുമല്ലോ, അപ്പൊ അയാളുടെ സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കാർത്തികയും കല്യാണി അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. വന്നല്ലോ 2 പേരും. ലക്ഷ്മിയമ്മ ഇപ്പൊ വന്നു, അമ്മേ ലക്ഷ്മിയമ്മക്ക് കഴിക്കാൻ കൊടുത്തോ, അത് കൊള്ളാം, ഞാനിത് ഇവിടുത്തെ വിരുന്നുകാരിയാണോ, അയ്യോ അങ്ങനെ ചോദിച്ചതല്ല കേട്ടോ, അല്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അയാളെ കണ്ടു, വല്ലാത്ത അവസ്ഥയാണ്, അച്ഛനെ ഭയങ്കര വിഷമമുണ്ട്, മക്കളെ അയാളെ വിശ്വസിക്കണ്ട കേട്ടോ, അയാളുടെ സ്വഭാവം അറിയാലേ എപ്പോൾ വേണമെങ്കിലും മാറും, ഇത് അങ്ങനെയല്ലേ ലക്ഷ്മിയമ്മേ, ശരിക്കും അച്ഛന് നല്ല മാറ്റമുണ്ട് എന്ന് പറയാണ്. പക്ഷെ ലക്ഷ്മിയമ്മ അമ്മയും പറഞ്ഞ പോലെ ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളയില്ല, അച്ഛനെ മാറ്റമില്ല, അച്ഛനെ എപ്പോഴും പഴയ സ്വഭാവം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ എങ്ങാനും ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കും,
വിശ്വസിക്കാം, പക്ഷെ അച്ഛന് നല്ല മാറ്റം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് കല്യാണി പറയാണ്. കാർത്തിക പറയുന്നുണ്ട്, എനിക്ക് അയാളെ കാണാൻ പോകാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാദംബരിക്കും അതെ, കല്യാണി പറഞ്ഞിട്ട് ഞങ്ങൾ പോയെന്ന് പറയുമ്പോഴേക്കും കല്യാണിയുടെ അടുത്ത് പറയണ്ട് ലക്ഷ്മി അമ്മ, നോക്ക് മോളെയാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചേക്കുന്നത്, മോൾ അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നോ? ലക്ഷ്മി അമ്മ, അച്ഛൻ ഇപ്പൊ സീരിയസ് അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കാണ്. ഒരാള് മരണ മുന്നിൽ കണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണോ ലക്ഷ്മി അമ്മ നമ്മൾ ഈ വാശിയും വൈരാഗ്യം ഒക്കെ കാണിക്കേണ്ടത്? നാളെ ഒരു സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകേണ്ടതല്ലേ? അച്ഛനല്ലേ, പ്രായമുള്ള ആളല്ലേ, അതുകൊണ്ട് ഞാൻ അതൊക്കെ മറന്നു പോയതെന്ന് പറയാണ്. എന്തായാലും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാണ്. ശരി, ലക്ഷ്മി അമ്മയും പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം, പക്ഷെ ഇപ്പോഴല്ല. അച്ഛൻ ആ വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ ആള് ജയിലിലുണ്ടല്ലോ, അവൻ പരോളിൽ വരുമ്പോൾ അച്ഛൻ അവരായിട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ, അപ്പോഴും നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയണ്ട, അത് മാത്രമല്ല മോളെ, നിന്റെ കിരണിന്റെ അച്ഛനമ്മനെ അവൻ രക്ഷിച്ചുള്ള ശരി തന്നെയാണ്, പക്ഷെ നീ ഒരു കാര്യം ആലോചിക്കണം, കിരണിന്റെ അച്ഛനമ്മയായിട്ട് അവനൊരു ശത്രുതയില്ല. പിന്നെ രാഹുൽ അവന്റെ കൂടെ കൂടിയപ്പോഴേക്കും രാഹുലിനെ പണി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ വിശ്വാസവും പിടിച്ചു പറ്റാൻ വേണ്ടി അവൻ മനഃപൂർവ്വം ചെയ്തതായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നണില്ല ലക്ഷ്മി അമ്മ എന്ന് പറയാണ്. വാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാർത്തികനും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് നമ്മുടെ കല്യാണി കേട്ടോ. ദീപ പറയണ്ട്, കണ്ടോ അവൾക്ക് ഇപ്പോഴും അയാളെ ഭയങ്കര വിശ്വാസമാണ് എന്നിങ്ങനെ പറയണം. പിന്നീട് കാണിക്കുന്ന സരയുവിനെയാണ്. സരയു ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ ആ മരിയയുടെ കഴുത്തിൽ താലി കെട്ടുന്ന രംഗങ്ങൾ മാത്രമാട്ടോ നമ്മുടെ സരയുവിൻ്റെ ഉള്ളില്. ആ സമയത്ത് സരയു പെട്ടെന്ന് നോക്കുമ്പോൾ ബീച്ച് റോഡിൽ ഒരു അമ്മയും കുഞ്ഞും കൂടി ഭിക്ഷ എടുക്കുകയാണ്. സരയു വേഗം അവിടേക്ക് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം അവര് സരയോട് പറയുന്നുണ്ട്, മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാമോ, എൻ്റെ കുഞ്ഞിന് ഭക്ഷണം മേടിച്ചു കൊടുക്കാട്ടാ, അവനെ പാല് പോലും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വേഗം തന്നെ സരയു പേഴ്സിലുള്ള പൈസ, ബാക്കിയുള്ള പൈസ എല്ലാം അവർക്ക് കൊടുക്കുകയാണ്. നോക്ക്, കുഞ്ഞിന് നല്ല ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കണം, നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം, നിങ്ങളും ഭക്ഷണം കഴിക്കണം കേട്ടോ, മോളെ ദൈവം അനുഗ്രഹിക്കും. എന്നിനി ദൈവം അനുഗ്രഹിക്കുമൊന്നുമില്ല, എൻ്റെ ജീവിതം ഏകദേശം തീർന്നു, ഇനി ഞാനും എൻ്റെ മോളും ഇതുപോലെ ഭിക്ഷ എടുക്കുമ്പോൾ ആരെങ്കിലും ഞങ്ങൾക്കും ഇതുപോലെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തന്നത് എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുകയാണ്. ആ സ്ത്രീ ഇങ്ങനെ സരിയെ അനുഗ്രഹിക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കണൊക്കെ ഉണ്ട് കേട്ടോ. സരി അങ്ങനെ വണ്ടിയിൽ കയറി കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മുടെ രൂപേനെ കാണാണ്. രൂപനെ കാണുമ്പോൾ വണ്ടി നിർത്തിട്ട് സരിയു വേഗം രൂപയുടെ അടുത്തേക്ക് പോവാണ്. ആന്റി എന്ന് പറയാണ്. നീയോ? ആന്റി, ഞാൻ അമേരിക്ക പോവല്ലേ, അപ്പൊ ആന്റിനെ കണ്ടത് നന്നായി, എനിക്ക് ആന്റിനെ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. നീ അമേരിക്ക പോകണമെന്ന് ആഗ്രഹിക്കൊന്നും വേണ്ടി, അത് നടക്കാൻ പോകണമെന്നില്ല ആന്റി, അങ്ങനെയൊന്നും പറയല്ലേ. അല്ല, നീ അമേരിക്ക പോകുമ്പോൾ നിന്റെ അമ്മേനെ കൊണ്ടുപോകണില്ലേ? ഇല്ല ആന്റി, അവിടെ പോയിട്ടേ ഞാൻ കൊണ്ടുപോകണുള്ളൂ, മോളെയും കൊണ്ടുപോകില്ല. ഓഹോ, അപ്പൊ നിന്റെ മോളെ ഉപേക്ഷിച്ചിട്ടാണ് പോണത്? അല്ല ആന്റി, എനിക്ക് പെട്ടെന്ന് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ ആന്റി ഒരു സഹായം ചെയ്യാവോ? എൻ്റെ അമ്മേനെയും അതുപോലെ തന്നെ മോളെ ആന്റി കുറച്ച് ദിവസം നോക്കാവോ? നിന്റെ അമ്മയോ? അത് വളർത്തമ്മയല്ലേ ആന്റി, അങ്ങനെ പറയല്ലേ, അവരെന്നെ വളർത്തിയതാണെങ്കിലും എൻ്റെ സ്വന്തം അമ്മ തന്നെയാ അവര് എന്ന് പറയാണ്. ആന്റി, ഞാൻ വരുന്നവരെ കുറച്ച് ദിവസത്തേക്ക് അവിടെ നിർത്താവോ? പറ്റില്ലടി, പറ്റില്ല, പറ്റില്ല, നിന്റെ മുമ്പിൽ നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു, നിന്നെ എൻ്റെ കിരൺമോനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി ഞാൻ ചെറുപ്പം മുതൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു കല്യാണിമോള് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോന്റെ ജീവിതം കുളം തോണ്ടിയാനേ നീ. ഒരു കണക്കിന് എല്ലാം നന്നായി എന്ന് പറയാണ്. എന്നിട്ട് നീ നന്നായില്ല, മര്യാദക്ക് അത് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ട പകരം നീ ദുഷ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടി, അതിനായിട്ട് നീ അനുഭവിക്കുന്നത്. നിന്റെ വീട്ടുകാർ ഒരിക്കലും ഞാൻ എന്റെ വീട്ടിലേക്ക് കയറ്റില്ല. നിന്റെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ ഷാരി, അവരിടക്കിടക്ക് രാഹുലിനെ കാണാൻ വേണ്ടി ജയിലിൽ പോകുന്നുണ്ട്. അവരെന്ത് വിശ്വാസത്തിലടി ഞാൻ വീട്ടിലേക്ക് കയറ്റുന്നത്? അവരെന്നെ ഞങ്ങളെ ദ്രോഹിക്കും. ഇല്ല ആന്റി, അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇല്ലടി, ഒരിക്കലും നിന്റെ അമ്മ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് രൂപ അവിടെ നിന്ന് പോകുക കേട്ടോ. സരിയു ആകെ വിഷമിച്ചിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡും തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.